സമൂസയും ബർഗറൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്, എന്നാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. സമൂസ ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ അത്ര കഷ്ടപ്പാടൊന്നുമില്ല. ഒറ്റ ഒന്ന് കഴിച്ചാൽ മതി, വയറും ഫില്ലാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് ബൺ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ബീഫ് വെച്ചിട്ട് മാത്രമല്ല, ചിക്കൻ വെച്ചിട്ടോ വെജിറ്റബിൾ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 കപ്പ് മൈദയും കൊണ്ട് നമുക്ക് ഏകദേശം 5 ബണ്ണ് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മൈദ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 മുട്ടയാണ്. 1 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് നല്ലോണം തന്നെ നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓയിലും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി വേണം കേട്ടോ. അത് കുറച്ചീച്ച ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു രീതിയിലല്ല കേട്ടോ, അതിലും കുറച്ചും കൂടെ ഒന്നും കൂടി ലൂസാക്കിയിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം നോക്കി ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് നല്ലോണം തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ വേഗം തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. നല്ല കട്ടി ഉണ്ടാവരുത്, കുറച്ച് ലൂസിൽ വേണം മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കാം. വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ല, ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ സമയമുള്ളൂവെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ മാവ്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനേക്കും നമുക്ക് നമ്മളുടെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. സമൂസൻ്റെ ഫില്ലിങ്സും പിന്നെ ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ടോ ഏത് ഫില്ലിങ്സ് ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 2 വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ഞാൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം കേട്ടോ. എന്നിട്ട് ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ച ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബീഫാണ്. അപ്പോൾ ഞാൻ ഉച്ചക്ക് കറി വെച്ച ആ ഒരു ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇല്ല, നിങ്ങൾ ബീഫ് എടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ബീഫ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഒറിഗാനോ ആണ് കേട്ടോ. ഒറിഗാനോ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളുടെ ആ ഒരു
ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള മാവ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലോണം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കുറച്ചൊന്ന് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ നല്ലോണം പൊന്തി വരും കേട്ടോ. ഞാനിപ്പോൾ അവിടെ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഈ ഒരു രീതിയിലുള്ളത് തന്നെ നമുക്ക് ഏകദേശം ബന്ന് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഇല്ല ഇതിനേക്കാളും നിങ്ങൾക്ക് പൊന്തി വരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം ഞാനിതാ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആ മാവ്. ഇനി നമുക്കിത് എത്ര ബോൾസ് ആയിട്ടാണോ വേണ്ടത് ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അതൊന്നൊരു 5 ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തി എടുക്കാം. ഈസി ആയിട്ട് തന്നെ പരത്താൻ പറ്റും കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പം കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു പരത്തിയ മാവിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സമൂസ ഉണ്ടാക്കും പോലെ പരത്തൊന്നും വേണ്ട. അതേമാതിരി നമ്മളുടെ സമൂസ ഷീറ്റാണെങ്കിൽ കുറേ നേരം വേണ്ടി വരും ഒക്കെ ഒന്ന് മടക്കിയെടുക്കാൻ. ഇതാകുമ്പോൾ വേഗം പരിപാടി തീരും കേട്ടോ. ഒറ്റൊന്ന് തിന്നാലും മതി, വയറ് ഫുള്ളാകും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. വേഗം തന്നെ ആയി കിട്ടുവേ. ഭയങ്കര ഈസി അല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ സമൂസയും ബർഗറൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. എപ്പോഴും ഒരു സമൂസയൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് മടുക്കൂലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ആകുമ്പം അവർക്ക് പുതുതായിട്ടുള്ള ഒരു സംഭവമായി നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ബണ്ണും ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ബൺ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. കാണാനും ഭയങ്കര ഒരു വെറൈറ്റി അല്ലേ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.